പരിപ്പ് വട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത സാധനങ്ങൾ. പരിപ്പ് ഒരു 3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടതാണ്. ഇത് ഗ്രീൻലാൻഡ് സ്പെഷ്യൽ ക്വാളിറ്റിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അല്ലാതെ സാധാ പരിപ്പും യൂസ് ചെയ്യുക. ഇത് കടലപ്പരിപ്പാണ്. നമ്മൾ കടല കറി വെക്കണ അതിൻ്റെ പരിപ്പാണ്. പൊട്ടുകടലിൻ്റെ പരിപ്പാണത്. അത് പ്രത്യേകിച്ച് നോക്കുക. ഇതൊരു 2-3 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ടതാണ്. ഇത് നമുക്കിനി പൊടിച്ചെടുക്കണം. അതിലേക്ക് പച്ചമുളക് ഒരു 15 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഒരു പിടി കരിവേപ്പില, ചീരുള്ളി, അത് നമുക്ക് എത്രയും വേണമെങ്കിലും എടുക്കാം. മല്ലിൻ്റെ ഇല, വലിയ ഉള്ളി 2 വലിയ ഉള്ളിയാണിത്, ഇടത്തരം വലിയ ഉള്ളി, വലിയ ജീരകം, ഉപ്പ്, 2 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണങ്ങളാണിത്. ഇത് നമുക്ക് ഉപ്പും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം. നമ്മളിത് അരച്ചെടുത്ത് വരാം. ഇപ്പോൾ നമ്മളിത് അരച്ചെടുത്ത് വന്നതാണ്. വെള്ളം ചേർക്കാതെയാണ് അരക്കാറ്. അരച്ചിട്ട് ജസ്റ്റ് കുറേശ്ശെ ഇട്ട് വേണം അരക്കുക. ഇപ്പം നമുക്ക് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഉപ്പ് നിങ്ങൾ നോക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. ഉപ്പൊക്കെ അത് നമുക്കൊരു പാൻ വെച്ച് അത് ചൂടാകുമ്പോൾ അതിലേക്ക് പൊരിക്കാനുള്ളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ എല്ലാം കുഴച്ചതിന് ശേഷം ഉരുളകളാക്കി വെക്കുക. പിന്നെ ചട്ടി ചൂടാകുമ്പോൾ വേഗം കൈൻ്റെ ഉള്ളനടിയിൽ വെച്ച് പരത്തിയിട്ട് വേഗം ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ ഇത് ഫുള്ളും ഇത്ര വലിപ്പമുള്ള ഉരുളകളാക്കുക. നമ്മളിത് ഉരുളകളാക്കിയിട്ട് വരാം. ഇതിപ്പോൾ നമ്മൾ തീരെ വെള്ളം ചേർക്കാതെ അരച്ചിട്ട് ഇങ്ങനെ ഉരുളാക്കിയിട്ട് ഉരുള കുർത്തത്തിൽ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാവ് എടുക്കുക. കുറച്ച് മാവ് എടുത്തിട്ട് ഉള്ളി വെള്ളം ചേർത്ത് അരച്ച് കൊടുത്തതാണ്. ഇനി നമ്മൾ ഇതിൽ മിക്സ് ആക്കിയാൽ നമുക്ക് ഉരുളകളാക്കി എടുക്കാൻ പ്രയാസമില്ലാതെ കിട്ടും. അപ്പോൾ ആദ്യം വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ അരച്ചതിൻ്റെ ശേഷം ഉരുത്തിയാൽ നിങ്ങൾക്ക് ഉരുളാക്കി ശരിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഇതാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ പരത്തിയെടുക്കാൻ പറ്റണം. ഇത് കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ചിട്ടാണ് പരത്തുക. ഇപ്പോൾ ഞാൻ പ്ലേറ്റിൽ കാണിച്ചു തന്നാണ്. ഒറ്റയ്ക്കന്നെ വീഡിയോ പിടിപ്പിക്കണോണ്ട് ആണ് ഞാൻ ഇങ്ങനെ കാണിച്ചു തന്നത്. ഇനി അപ്പോൾ കൈയിൻ്റെ ഉള്ളനടിയിൽ വെച്ച് പരത്തി കാണിച്ചു തരാം. ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ കൈ കൊണ്ട് പരത്തിയിട്ട് ഇങ്ങനെയാണ് ഇതിട്ട് കൊടുക്കുക. നല്ലോണം മുരിഞ്ഞ് ചോന്തതിന് ശേഷം മറിച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉടഞ്ഞു പോകും. അങ്ങനെ ഇത് ഫുള്ളും ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് മറിച്ചിടാനായിരിക്കുന്ന ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഉപ്പ് എരിവും നിങ്ങൾക്ക് എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം. ചൂട് കുറവായാൽ പൊട്ടിപ്പോകും. മാവ് അരക്കുമ്പോൾ വെള്ളം ചേർക്കരുത്. പിന്നെ നമ്മൾ ഉരുളാക്കി പിടിച്ച് നോക്കുമ്പോൾ ഒന്നായിട്ട് ഉരുളാക്കി പിടിക്കാൻ പറ്റണില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് മാവ് എടുത്തിട്ട് ലേശം വെള്ളം ചേർത്ത് നല്ലോണം ക്രീം പോലെ അരച്ചെടുത്ത് മിക്സ് ചെയ്താൽ മതി. എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒരു പ്രയാസമില്ലാതെ വട്ടത്തിൽ പരത്തിയെടുക്കാൻ പറ്റും. ഇപ്പോൾ റെഡി ആവാനായി തുടങ്ങിയിട്ടുണ്ട്. റെഡി ആയതിന് ശേഷം അത് ഒന്നും കൂടി ആയി വരട്ടെ. ഇങ്ങനെ നമ്മൾ ഫുള്ളും
ഒന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുക. ഇത് മറിച്ചിട്ട് നല്ലോണം മുരിഞ്ഞതിന് ശേഷം ഇപ്പം ഇനി ഒരു ഭാഗം നല്ലോണം മുരിഞ്ഞിട്ടുണ്ട്. അടുത്ത ഭാഗം കൂടി നല്ലോണം മുരിഞ്ഞതിന് ശേഷം നമുക്ക് ഇത് എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാം. അല്ലെങ്കിൽ അതിൽ ഓഫ് ചെയ്ത് അതിലിരുന്നാലേ എണ്ണ കുടിക്കും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. നമുക്കിതൊക്കെ റെഡി ആയി കഴിഞ്ഞു. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. താങ്ക്സ്.